ശ്രീ ജ്യോതികുമാർ ചാമക്കാലിലേക്ക് പോകും മുമ്പ് ഈ അടുത്ത കാലത്ത് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ശ്രീ MV ജയരാജൻ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പ്രതികരണം ഒന്ന് കേൾക്കാം. ADM കൈക്കൂലി വാങ്ങി എന്ന് ഒരു കൂട്ടർ, കൈക്കൂലി വാങ്ങുന്ന ആളല്ല ADM എന്ന് മറ്റൊരു കൂട്ടർ. ഇതിന്റെ നിജസ്ഥിതി ഈ നാടിൽ അറിയേണ്ടത്. ദിവ്യയുടെ പ്രസംഗം പല രീതിയിലും ഇദ്ദേഹത്തിന് മരണത്തിന് ഇടയാക്കിയിട്ടുണ്ടോ? ഇതും ഈ നാടിൽ അറിയേണ്ടതുണ്ട്. ജ്യോതികുമാർ ചാമക്കാല നോക്കൂ, പാർട്ടി സംസ്ഥാന എന്ന് പറഞ്ഞാൽ അവിടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എത്തി ആ പാർട്ടി കുടുംബത്തെ അനുനയിപ്പിച്ചു. അതിനുശേഷം ഈ അടുത്ത കാലത്ത് ജില്ലാ സെക്രട്ടറി MV ജയരാജൻ പറയുകയാണ് നവീൻ ബാബു കൈക്കൂലി വാങ്ങിയിട്ടുണ്ടെന്ന് ഒരു കൂട്ടർ പറയുന്നു. ഏതു കൂട്ടറാണ് പറയുന്നത്? ദിവ്യയും പ്രശാന്തനും നാണമില്ലാതെ അനുകൂലിക്കുന്ന ഈ പറയുന്ന ന്യായീകരണ തൊഴിലാളികളുമല്ലാതെ കേരളത്തിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നവീൻ ബാബു കൈക്കൂലി വാങ്ങുന്നു? പറഞ്ഞിട്ടില്ല. അപ്പോൾ രണ്ടിനെയും ഓരോരോ പക്ഷങ്ങളായി നിർത്താൻ ശ്രമിക്കുകയാണ്. ഇത് മരിച്ച ശേഷം നവീൻ ബാബുവിനെ കള്ളനാക്കാൻ കോടതി മുറിക്കുള്ളിൽ നടത്തുന്ന നീക്കം പാർട്ടി ഏറ്റെടുക്കുകയാണെന്ന് സംശയമുണ്ട് MV ജയരാജന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ. ആ പശ്ചാത്തലത്തിൽ ഈ കുടുംബത്തിന്റെ ആവശ്യം സർക്കാർ അംഗീകരിക്കും എന്ന് കരുതാമോ ജ്യോതികുമാർ ചാമക്കാല? നോക്കൂ, ഇവിടെ ഇപ്പോൾ ശ്രീ മലയാലപ്പുഴ മോഹൻ ഉൾപ്പെടെ ചെറുതായിട്ടൊന്ന് ആടി തുടങ്ങിയിട്ടുണ്ടോ എന്നൊരു സംശയം. ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നില്ല കേട്ടോ. അദ്ദേഹം പറഞ്ഞ വാചകങ്ങളിൽ ചേർത്തുകൊണ്ടാണ്. അദ്ദേഹം പറഞ്ഞത് CBI എൻക്വയറി അവസാന വാക്കല്ല, അതൊക്കെ പിന്നീടാവട്ടെ എന്നുള്ള രീതിയിലേക്കാണ് അദ്ദേഹം തുടങ്ങിയത് തന്നെ. അദ്ദേഹവും കൂട്ടരും ഇത്രയും ദിവസം ഈ കുടുംബത്തോടൊപ്പം നിന്നവരാണ്. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി കുടുംബത്തോടൊപ്പം നിൽക്കുന്നു എന്നാണ് പൊതുസമൂഹത്തിൻ്റെ ധാരണ. കാരണം അങ്ങനെ ധരിക്കാനേ കഴിയുള്ളൂ. കാരണം താങ്കൾ സൂചിപ്പിച്ചതുപോലെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത നവീൻ ബാബുവിൻ്റെ ബോഡിയുമായി പത്തനംതിട്ടയിലേക്ക് വന്നപ്പോൾ കൂടെ വന്നയാളാണ്. അവരുടെയൊക്കെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ട് പോയവരാണ്. CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി വീട്ടിൽ പോയി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതാണ്. പക്ഷേ പിന്നീടുള്ള പ്രവൃത്തിയിൽ അത് കാണുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ ഇപ്പോൾ നിൽക്കുകയാണ്. അപ്പോൾ ആ കുടുംബം കോടതിയെ സമീപിച്ചിരിക്കുന്നു. ആ കുടുംബത്തെ സംബന്ധിച്ച് നീതി ലഭിക്കണം. അവരുടെ ഭർത്താവ് അല്ലെങ്കിൽ 2 കുട്ടികളുടെ പിതാവ് മരണപ്പെട്ടത് എങ്ങനെയെന്ന് ബോധ്യപ്പെടാനുള്ള അല്ലെങ്കിൽ അറിയാനുള്ള ബാധ്യത അല്ലെങ്കിൽ അവകാശം അവർക്കുണ്ട് എന്നതിൻ്റെ പേരിൽ അവർ കോടതിയെ സമീപിച്ചിരിക്കുന്നു. നിലവിലുള്ള അന്വേഷണത്തിൽ തൃപ്തരല്ലാത്തതുകൊണ്ടാണ് അവർ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇവിടെ താങ്കൾ MV ജയരാജൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കാണിച്ചു. MV ജയരാജൻ പിന്നെന്താ പറയുക? ഇവിടെ ഈ കേസിലെ പ്രതി PP ദിവ്യ, CPMൻ്റെ നേതൃത്വത്തിലുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന PP ദിവ്യ ജയിലിൽ നിന്നിറങ്ങിയതിന് ശേഷവും ജയിലിൽ കിടക്കുമ്പോഴും കാണാൻ പോയവരുടെ കൂട്ടത്തിൽ ഏതൊക്കെ CPM നേതാക്കളുണ്ടെന്ന് നിങ്ങൾ നോക്കൂ. അപ്പോൾ ഇവരൊരു നിലപാട് സ്വീകരിക്കണ്ടേ? പാർട്ടിയിൽ തന്നെ ഇത്തരത്തിൽ 2 അഭിപ്രായം ഉണ്ടെങ്കിൽ, 2 ജില്ലാ കമ്മിറ്റിക്ക് 2 അഭിപ്രായം ഉണ്ടെങ്കിൽ പാർട്ടി സംസ്ഥാന നേതൃത്വം അതിനകത്തൊരു തീരുമാനം പറയണ്ടേ? ഇവിടെ നോക്കൂ, ഇവിടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി PP ദിവ്യയ്ക്ക് പോവും, പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഈ പറയുന്ന ADMനൊപ്പം നിൽക്കുന്നു എന്ന് ധരിപ്പിച്ചുകൊണ്ട് ഇവർ ഈ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനം നോക്കൂ, ഇപ്പം കുടുംബം പറഞ്ഞിരിക്കുന്ന 79 പേജുള്ള WPC അവർ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുമ്പോൾ അതിനകത്ത് എന്താ കൃത്യമായി പറഞ്ഞിരിക്കില്ല ഓരോരോ കാരണങ്ങളും. ഒന്ന്, ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ എൻക്വയറി റിപ്പോർട്ട് 1-ാം തീയതി മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചതാണ്. ഈ നവംബർ മാസം 1-ാം തീയതി മുഖ്യമന്ത്രിയുടെ കൈവശം എത്തിയിട്ടുണ്ട്. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റവന്യൂ മന്ത്രി കണ്ടതിന് ശേഷം മുഖ്യമന്ത്രിയുടെ കൈവശം എത്തിയിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് പുറത്തുവിടാൻ തയ്യാറല്ല. ഇതുമായി ബന്ധപ്പെട്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയിട്ടുള്ള അന്വേഷണം, അതിനെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് പുറത്തുവിടാൻ തയ്യാറല്ല. ഈ പ്രശാന്തനും ഈ ദിവ്യയും കുടുംബവുമായിട്ടുള്ള ബന്ധം, അതിനെക്കുറിച്ച് അന്വേഷണം നടക്കുന്നില്ല. പ്രശാന്തൻ്റെ വ്യാജ ഒപ്പിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ പ്രശാന്തൻ കൊടുത്ത വ്യാജ പരാതിയെ സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നില്ല. ഇവരുടെ അതായത് ഈ അദ്ദേഹത്തിൻ്റെ സെൻഡ് ഓഫ് കഴിഞ്ഞ് അദ്ദേഹം പുറത്തിറങ്ങിയതിന് ശേഷം അദ്ദേഹം വാഹനത്തിൽ, ബാക്കിയെല്ലാം നമ്മൾ കേട്ട് കഴിവ് മാത്രമാണ്, അദ്ദേഹം വാഹനത്തിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി, വഴിക്കിറങ്ങി തിരിച്ചു പോയി, അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ഇതിനൊന്നും ആരും സാക്ഷികളോ തെളിവുകളോ ഇല്ല. അപ്പോൾ അതിനുശേഷം നടന്നിട്ടുള്ള ആ ഇൻസിഡൻസ്, അതിനെ സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടക്കേണ്ടതില്ലേ? അപ്പോൾ പോലീസിനെ സംബന്ധിച്ച് വേണമെങ്കിൽ പറയാം, ഞങ്ങൾ അന്വേഷണ പുരോഗതി ഇപ്പോൾ അറിയിക്കുക അസാധ്യമാണെന്നൊക്കെ പറയണമെങ്കിൽ പറയാം. പക്ഷേ അതിനപ്പുറത്തേക്ക് ആ കുടുംബത്തെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണ്ടേ? ഇതുമായി ബന്ധപ്പെട്ട CDR ആരെയൊക്കെ വിളിച്ചിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ചുള്ള CDR കളക്ട് ചെയ്തിട്ടുണ്ടോ എന്നതിനെ ചോദിച്ച് വിവരമില്ല. നിയമാനുസൃതം നടത്തിയിട്ടുള്ള റിപ്പോർട്ടുകൾ സമർപ്പിക്കേണ്ടതിന് ശേഷവും അത് വിവരാവകാശ പ്രകാരം കൊടുക്കാൻ കഴിയാത്തത് എന്തുകൊണ്ട്? അപ്പോൾ ഒരുപാട് സംശയങ്ങൾ, ഒരു കാര്യത്തിലും വ്യക്തത വരുത്താൻ സർക്കാരും പോലീസും തയ്യാറാകുന്നില്ല. എന്നിട്ടും ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ പാർട്ടിക്കോ സർക്കാരിനോ ക്ഷീണമുണ്ടാകാത്ത രീതിയിൽ ആ കുടുംബം ഒരു അക്ഷരവും മിണ്ടിയില്ല. ഏറ്റവും അവസാനം അവർക്ക് നീതി ലഭിക്കണം എന്നുള്ളതുകൊണ്ട് അവർ കോടതിയെ സമീപിച്ചിരിക്കുന്നു. കോടതിയെ സമീപിക്കുമ്പോൾ PP ദിവ്യ പുറത്തുണ്ട്. അവർ 19 ദിവസം ജയിലിൽ കിടന്നുള്ളത് ശരിയാണ്. ഇപ്പോൾ 45 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു പുരോഗതിയുമില്ല. അവരെ സംബന്ധിച്ച് മറ്റു മാർഗ്ഗമില്ലാത്തതുകൊണ്ട് അവർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. ഇവിടെ എന്താ യുക്തമായി എടുക്കേണ്ട തീരുമാനം? ആ കുടുംബത്തെയാണ് നമ്മൾ ആദ്യം ബോധ്യപ്പെടുത്തേണ്ടത് എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? താങ്കൾ ചോദിച്ച ഒരു ചോദ്യത്തിലേക്ക് ഞാൻ തിരിച്ച് വീണ്ടും വരികയാണ്. ഇവിടെ MV ജയരാജൻ
അദ്ദേഹത്തിൻ്റെ പബ്ലിക് മീറ്റിങ്ങിൽ കണ്ണൂരിൽ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ്റെ അനുസ്മരണ സമ്മേളനത്തിലാണെന്ന് തോന്നുന്നു, അവിടെ കാണിച്ച അനീതി അല്ലേ ആ ഒരു പ്രസംഗം. ഈ നവീൻ ബാബുവിനെ സംബന്ധിച്ച് കൈക്കൂലി വാങ്ങുമെന്ന് ആരാ പറഞ്ഞിട്ടുള്ളത്? ഈ പ്രശാന്തനും പി പി ദിവ്യയും അല്ലാതെ വേറെ ആരെങ്കിലും ഒരാൾ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും പറയുമോ? ഒരാളെ സാക്ഷി കൊണ്ടുവരാനുണ്ടോ ഇവർ രണ്ടുപേരല്ലാതെ? എന്നിരിക്കെ വാങ്ങുന്നു എന്ന് പറയുന്ന ഒരു അപ്പോൾ ജനറലൈസ് ചെയ്യുകയാണ്. ആ ജനറലൈസ് ചെയ്യുന്നത് തന്നെ ഇത്തരത്തിൽ ആ കുടുംബത്തെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ? അപ്പോഴൊക്കെ ഞാൻ ഓർക്കുന്നത് പിന്നെ ആന്തൂരിലെ സാജൻ്റെ കൊലപാതകമാണ്. അദ്ദേഹം ആത്മഹത്യയായിരുന്നല്ലോ, അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് നയിക്കുകയായിരുന്നു. അതിനുശേഷവും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ദേശാഭിമാനിയിൽ ഉൾപ്പെടെ അപമാനിച്ചത് നമ്മൾ കണ്ടതാണ്. ആ രീതിയിൽ ഇപ്പോൾ നവീൻ ബാബുവിൻ്റെ കുടുംബത്തെ അപമാനിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് താങ്കൾ ഇപ്പോൾ കാണിച്ചത്. ഇനി അവരെ സംബന്ധിച്ച് അവർ പറയുന്നത് ഞങ്ങൾക്ക് നീതി മതി, വേറൊന്നും വേണ്ട, എൻ്റെ ഭർത്താവ് എങ്ങനെ മരണപ്പെട്ടു എന്നറിയാനുള്ള അവകാശം എനിക്കുണ്ട്, എനിക്കത് ബോധ്യപ്പെടുത്തി തരണം, നിങ്ങളെക്കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ CBI അന്വേഷിക്കട്ടെ എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കുന്നു. അതിലെന്താ തെറ്റ്? അങ്ങനെ പോയി കാണുമ്പോൾ സ്വാഭാവികമായും സർക്കാർ എടുക്കേണ്ട നിലപാടെന്താണ്? നമ്മളൊക്കെ സംശയിച്ചു, സ്വാഭാവികമായും സർക്കാരും അതിനോടൊപ്പം നിന്നേക്കാം. അങ്ങനെയല്ലേ വേണ്ടത്? ഞാനത് ആധികാരികമായി പറയുന്നത് കഴിഞ്ഞ 2016 വരെ 11 മുതൽ 16 വരെ ഈ സംസ്ഥാനത്ത് അധികാരത്തിലുണ്ടെന്ന UDFൻ്റെ കാലത്ത് ആരെങ്കിലും ഇത്തരത്തിൽ കൊല്ലപ്പെടുകയോ രാഷ്ട്രീയ കൊലപാതകങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അന്ന് ആ കുടുംബത്തിന് കേരള പോലീസിൻ്റെ അന്വേഷണത്തിൽ അതൃപ്തി ഉണ്ടെങ്കിൽ CBI അന്വേഷിക്കണമെന്ന് ഒരു കടലാസ് എഴുതി കൊടുത്താൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി ആ കേസുകളെല്ലാം CBIക്ക് വിട്ട ചരിത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആധികാരികമായി പറയാൻ കഴിയും ഈ കുടുംബത്തെ അല്ല ചാമക്കാല ഇവിടെയും CBIക്ക് വിടാത്ത കേസൊന്നും ഇല്ലല്ലോ. ചോദിക്കട്ടെ, അല്ല ഇവിടെ ചാമക്കാല ഇവിടെ പരാതി എഴുതി വാങ്ങി CBI കിട്ടിയ ചരിത്രമില്ലേ? ഇവിടെയും CBI കൂട്ടിലിട്ട തത്തയാണ് എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ നിലപാടാകുമ്പോഴും CBIക്ക് വിടാത്ത സർക്കാരൊന്നും അല്ലോ ഇത്. സിദ്ധാർത്ഥിൻ്റെ കൊലപാതകം ഏറ്റവും അവസാനം സിദ്ധാർത്ഥിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് സിദ്ധാർത്ഥിൻ്റെ പിതാവും സിദ്ധാർത്ഥിൻ്റെ അമ്മാവനും കൂടി മുഖ്യമന്ത്രിയെ കണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ CBIക്ക് വിട്ടതും CBIക്ക് വിടാനുള്ള തീരുമാനത്തെ സംബന്ധിച്ച് വെച്ച് താമസിപ്പിച്ചതും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഏതായാലും അങ്ങനെ വിട്ടിട്ടില്ലേ? പരാതി എഴുതി വാങ്ങി, താങ്കൾ സൂചിപ്പിച്ചതുപോലെ പരാതി എഴുതി വാങ്ങി മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയും കൂട്ടരെയും കേസിൽ പ്രതിയാക്കാൻ ശ്രമിച്ചിട്ട് അമ്പയെ പരാജയപ്പെട്ടിട്ടില്ലേ? അപ്പോൾ തങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ CBI അന്വേഷണമാകാം, തങ്ങൾക്കെതിരാണെങ്കിൽ അല്ലെങ്കിൽ തങ്ങൾക്ക് അനുകൂലമായി എന്തെങ്കിലും കിട്ടുമെങ്കിൽ അത് CBI എൻക്വയറി ആകാം, അല്ലെങ്കിൽ വേണ്ട, തങ്ങൾക്കെതിരാണെങ്കിൽ വേണ്ട. ഇവിടെ CBI അന്വേഷിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരുമെന്നേ. താങ്കൾ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ഇതിൻ്റെ പിന്നിലെ പിന്നാമ്പുറ കഥകൾ ഒന്നൊന്നായി പുറത്തു വരും. ഇതിൻ്റെ പിന്നിലെ ആരൊക്കെയാണ് ബിനാമികളെന്ന് പുറത്തു വരും. നമുക്കറിയാമല്ലോ, ഇപ്പോൾ ശ്രീ മോഹൻ തന്നെ പറഞ്ഞു, എന്താ അവിടെ പോസ്റ്റ്മോർട്ടം നടത്തരുത് അല്ലെങ്കിൽ പ്രേത പരിശോധന നടത്തരുത് എന്നതിനെ സംബന്ധിച്ച് നിയമാനുസൃതം മാത്രമേ നടക്കാവൂ, ഞങ്ങൾ വന്നതിന് ശേഷം മാത്രമേ നടക്കാവൂ എന്ന് പറഞ്ഞപ്പോൾ ആ കളക്ടർ എന്ത് ധൈര്യത്തിലാണ്, എന്ത് അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം സ്വയം അത് നടത്താൻ തീരുമാനിച്ചത്? അപ്പോൾ അദ്ദേഹത്തെ അതിലേക്ക് പ്രേരിപ്പിച്ചത് എന്താണ്? അവിടെ മുതൽ ഇദ്ദേഹം റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള യാത്രയിൽ നിന്ന് കാറിൽ നിന്ന് ഇറങ്ങി എന്ന് പറയുന്ന ഡ്രൈവറുടെ മൊഴി നമ്മൾ വിശ്വാസത്തിലെടുത്താൽ അതിനുശേഷം നടന്നിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ആ കുടുംബത്തിന് വ്യക്തത വേണ്ടേ? അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറയുമ്പോൾ പിന്നെ CBI വേണ്ട എന്ന് പറയുന്നതിന് പാർട്ടിയുടെ നിലപാട് വ്യക്തമായി കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തേക്ക് സർക്കാർ നിലപാടെടുക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അപ്പോൾ ഈ അന്വേഷണം CBIക്ക് വിട്ടാൽ കണ്ണൂരിലെ CPM നേതാക്കന്മാരിൽ പലരും ഇതിൻ്റെ ബിനാമി ഏർപ്പാടിൽ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട കള്ളക്കച്ചവടത്തിൽ ഉൾപ്പെടെ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമെന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് പറയുന്നത്. അതാണ് പ്രതിപക്ഷം. ഒന്ന് നവീൻ ബാബുവിന്റെ കുടുംബത്തോട് കാണിക്കുന്ന അനീതി, കുടുംബത്തോട് കാണിക്കുന്ന അനീതി, ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ.